പുതുവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി ജില്ലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ നേരിട്ട് എത്തി വിലയിരുത്തി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ 350 പോലീസുകാരെ പ്രധാന ആഘോഷ കേന്ദ്രങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. രാത്രി 12:30 വരെ മാത്രം ആഘോഷങ്ങൾക്ക് അനുമതി. എക്സൈസുമായി ചേർന്നുകൊണ്ട് DJ പോയിന്റുകളിൽ പരിശോധനകൾ നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ജനൻ ടിവിയോട് പ്രതികരിച്ചു. 2025 ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വിലയിരുത്താനും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്താനുമായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സിറ്റിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേഖലകളിലൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് വിലയിരുത്തലുകൾ എങ്ങനെയാണെന്ന് അറിയാം. സാർ, എങ്ങനെയാണ് ഈ വർഷത്തെ മുന്നൊരുക്കങ്ങൾ, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് സിറ്റിയിലെ ന്യൂ ഇയർ സെലിബ്രേഷൻസ്ക്ക് വേണ്ടിയുള്ള ആവശ്യമായ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അതുമാത്രമല്ല, ആൾമോസ്റ്റ് 1300 പോലീസ് പേഴ്സണൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നു മുതൽ എല്ലാ ബോർഡർ ചെക്കിംഗ് പോയിന്റ്സും അത് ആൾമോസ്റ്റ് 15 ബോർഡർ ചെക്കിംഗ് പോയിന്റ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ്സ് ആൻഡ് പെട്രോളിങ്സ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റിയിലെ കോവളം, ശംഖുമുഖം, കനകക്കുന്നും, പിന്നെ ടെക്നോ പാർക്ക് ഏരിയ, ലുലു മാൾ, ഇങ്ങനെ പോലെ ഇമ്പോർട്ടൻ്റ് സ്ഥലങ്ങളിൽ ആൻഡ് സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം നല്ലപോലെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് നടത്തണം. ഇൻസിഡൻറ്റ് ഫ്രീ ആയിട്ട് സംഭവങ്ങൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ നടപടികളാണ് എടുക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 12:30 വരെ മാത്രം സെലിബ്രേഷൻസ് നടത്താനുള്ള ഒരു പെർമിഷൻ ഉണ്ടാകും. അതാണ്. സർ, ഇപ്പോൾ കോവളത്തും വർക്കലയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സൈസ് പരിശോധനകൾ നടത്തി ലഹരി മരുന്നൊക്കെ പിടിച്ചെടുത്തപ്പോൾ അത്തരത്തിലുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? നമ്മൾ മുൻകൂട്ടി ആയിട്ട് എല്ലാ ഈ ഹോട്ടൽസും ഈ DJ പാർട്ടീസ് എവിടെ നടത്തുന്നുണ്ടോ എല്ലാ SHOമാരും അതായത് ഹോട്ടൽസ് നടത്തുന്ന ആൾക്കാരോട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജോയിന്റ് റെയ്ഡ്സ് നടത്താൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റേ സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആൻഡ് DJ പാർട്ടി നടത്തുന്ന സമയത്ത് ആരാരൻ പങ്കെടുക്കുന്നുണ്ട്, അവന്മാർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും വിതൗട്ട് എനി ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളാണ് നമ്മൾ ചെയ്തത്. 12:30 വരെയാണ് ആഘോഷ പരിപാടികൾ. അതിനുശേഷം റോഡുകളിൽ പരിശോധന അതെങ്ങനെയായിരിക്കും? കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഇത്തരത്തിലുള്ള ആക്സിഡന്റുകളൊക്കെ പതിവായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പരിശോധനകൾ എങ്ങനെയാണ്? അതാണ് നമ്മളിപ്പോൾ ചെക്ക് പോയിന്റ്സ്, വെഹിക്കിൾ ചെക്ക് പോയിന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പെട്രോളിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബോർഡർ ചെക്ക് പോയിന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വിതൗട്ട് എനി ഇൻസിഡൻസ് ന്യൂ ഇയർ ഹാസ് ടു ഗോ ഓഫ്. അത് മാത്രമല്ല, ഈ ഷുഡ് നോട്ട് ബിക്കം ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറാൻ പാടില്ല. ന്യൂ ഇയർ സെലിബ്രേഷൻ ഷുഡ് നോട്ട് ബിക്കം ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറാൻ പാടില്ല ജീവിതത്തിൽ. അതുകൊണ്ട് ഈ 12:30 ആൾമോസ്റ്റ് എല്ലാ സെലിബ്രേഷൻസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, ചെക്കിംഗ് പോയിന്റ് സ്ട്രിക്റ്റ് ആയിട്ട് ചെക്കിംഗ് ഉണ്ടാകും. കടകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കടകൾ അടയ്ക്കാൻ കടകൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കേണ്ട സമയം മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ദാറ്റ് വിതൗട്ട് എനി ഇഷ്യൂസ് നമ്മൾ നടത്തുന്ന സംഗതിയാണ്. തീർച്ചയായിട്ടും 300-ലധികം പോലീസുകാരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. വളരെ സുരക്ഷിതമായിട്ട് ആഘോഷപൂർവ്വമായിട്ടാണ് 2025 വരവേൽക്കാനായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുന്നത്. ക്യാമറമാൻ വിജു എം സായിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.